ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ കാർഡിയോവാസ്കുലർ ഫിസിയോളജിയുടെ 4ാമത്തെ വീഡിയോ ആണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാർഡിയക് സൈക്കിളിനെ പറ്റിയിട്ടാണ്. ഓക്കെ, സോ കാർഡിയക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് 2 ഭാഗങ്ങളാണ് വരുന്നത്. ഒന്ന്, നമ്മൾ ഹാർട്ട് ബ്ലഡിനെ പുറത്തേക്ക് പമ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റോളി എന്ന് പറഞ്ഞൊരു ഫേസും ഉണ്ടാവും. ബ്ലഡ് റിസീവ് ചെയ്യുന്ന ഡയസ്റ്റോളി എന്ന് പറയുന്ന ഒരു ഫേസ് ഉണ്ടാവും. ഓക്കെ, ഈ 2 സൈക്കിളും കൂടെ, ഈ 2 ഫേസും കൂടെ ചേർന്നതാണ് ഒരു സൈക്കിൾ. സിസ്റ്റോളി പ്ലസ് ഡയസ്റ്റോളിയാണ് ഒരു കാർഡിയക് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് സിസ്റ്റോളി പ്ലസ് ഡയസ്റ്റോളി, ഓക്കെ, ഇതാണ് ഒരു കാർഡിയക് സൈക്കിളിൽ വരുന്നത്. നമുക്ക് നോക്കാം എന്താണ് കാർഡിയക് സൈക്കിളിൽ സംഭവിക്കുന്നത്. സോ നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ നോർമൽ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് ഒരു മിനിറ്റിൽ 72 ടൈംസ് ആണ്. ഓക്കെ, 72 ബീറ്റ്സ് ആണ് ഒരു മിനിറ്റിൽ ഒരു മനുഷ്യൻ്റെ നോർമൽ ഹാർട്ട് റേറ്റ് വരുന്നത്. സോ ഒരു കാർഡിയക് സൈക്കിൾ, ഒരു ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാർഡിയക് സൈക്കിളാണ്. സോ ഒരു കാർഡിയക് സൈക്കിളിന് എടുക്കുന്ന സമയം അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ ബി 60 ഡിവൈഡഡ് ബൈ 72 ഈക്വൽ ടു 0.8 സെക്കൻഡ്സ് ആണ് ഒരു കാർഡിയക് സൈക്കിളിന് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനത്തെ 72 കാർഡിയക് സൈക്കിൾ അല്ലെങ്കിൽ 72 ഹാർട്ട് ബീറ്റാണ് ഒരു മിനിറ്റിൽ ഒരു മനുഷ്യൻ്റെ ഹാർട്ടിൽ സംഭവിക്കുന്നത്. സോ ഞാൻ പറഞ്ഞു, ഒരു കാർഡിയക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു സിസ്റ്റോളി ഉണ്ട്, ഒരു ഡയസ്റ്റോളി ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ഈ സിസ്റ്റോളി ഡയസ്റ്റോളി എന്ന് പറയുന്ന ഫേസ് എല്ലാം നമ്മൾ ഈ കാർഡിയക് സൈക്കിൾ എന്ന് പറയുന്ന പാർട്ട് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിളിനെ അല്ലെങ്കിൽ വെൻട്രിക്കിളിനെ ആസ്പദമാക്കിയിട്ടാണ് പറയുന്നത്. കാരണം വെൻട്രിക്കിൾ സിസ്റ്റോളിയിലാകുന്ന സമയത്ത് ഏട്രിയം ചിലപ്പോൾ ഡയസ്റ്റോളിയിലായിരിക്കും. ഓക്കെ, സോ ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ആ തുടക്കത്തിലേ നമ്മൾ പറയുകയാണ്, നമ്മൾ ഈ കാർഡിയക് സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മൊത്തം വെൻട്രിക്കിളിനെ ആസ്പദമാക്കിയിട്ടാണ്. വെൻട്രിക്കിളിൽ സംഭവിക്കുന്ന ഡയസ്റ്റോളിയും സിസ്റ്റോളിയാണ് നമ്മളിവിടെ പറയുന്നത്. ക്ലിയർ? ഓക്കെ, സോ സിസ്റ്റോളി ഉണ്ട്, ഡയസ്റ്റോളി ഉണ്ട് ഒരു കാർഡിയക് സൈക്കിളിൽ. സോ നമ്മൾ ഈ 0.8 സെക്കൻഡ്സിൽ 0.3 സെക്കൻഡ്സ് മാത്രമാണ് സിസ്റ്റോളി വരുന്നത്. ബാക്കി 0.5 സെക്കൻഡ്സും ഡയസ്റ്റോളിയാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഒരു സിസ്റ്റോളിയിൽ നമുക്ക് 3 ഫേസസ് ഉണ്ട്, അതുപോലെ ഡയസ്റ്റോളിയിൽ 5 ഫേസസും ഉണ്ട്. ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. സിസ്റ്റോളിയുടെ ഡ്യൂറേഷൻ 0.3 സെക്കൻഡ്സ് ആൻഡ് സിസ്റ്റോളിയിൽ 3 ഫേസസ് ആണുള്ളത്. ഡയസ്റ്റോളിയുടെ ഡ്യൂറേഷൻ 0.5 സെക്കൻഡ്സ്, ഡയസ്റ്റോളിയിൽ 5 ഫേസസ് ആണ് വരുന്നത്. ഓക്കെ, നൗ വേറൊരു പോയിന്റ്, നമ്മുടെ ഡ്യൂറേഷൻ ഓഫ് കാർഡിയക് സൈക്കിൾ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഹാർട്ട് റേറ്റ് ആണ്. ഓക്കെ, നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും, ഹാർട്ട് റേറ്റ് കൂടുതലാണെങ്കിൽ ഒരു കാർഡിയക് സൈക്കിൾ, അതായത് ഇപ്പോൾ 72 ആണ് ഹാർട്ട് റേറ്റ് എങ്കിൽ നമുക്ക് ഒരു കാർഡിയക് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ 0.8 സെക്കൻഡ് ആയിരിക്കും. അതേസമയം ഈ 72 മാറിയിട്ട് നേരെ ഡബിളായി 140 അതായത് ഒരു മിനിറ്റിൽ 140 കാർഡിയക് സൈക്കിൾ നടക്കുന്നുണ്ട്, 140 ഹാർട്ട് ബീറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഒരു കാർഡിയക് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ കുറഞ്ഞു, നേരത്തെ ഉള്ളതിൻ്റെ പകുതിയേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഹാർട്ട് റേറ്റ് കൂടിയത്. ഹാർട്ട് റേറ്റ് 140 ആയാൽ കാർഡിയക് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ 0.8ൻ്റെ പകുതിയായിട്ടുള്ള 0.4 സെക്കൻഡ്സ് ആയി മാറും. ഓക്കെ, സോ കാർഡിയക് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഹാർട്ട് റേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഹാർട്ട് റേറ്റ് കൂടിയാൽ കാർഡിയക് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ കുറയും. അപ്പോൾ കാർഡിയക് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ കുറയുക എന്ന് പറയുമ്പോൾ, പേഷ്യൻ്റെ ഹാർട്ട് റേറ്റ് കൂടി കാർഡിയക് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ കുറയുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം സിസ്റ്റോളിയുടെ ഡ്യൂറേഷനും കുറയും, ഡയസ്റ്റോളിയുടെ ഡ്യൂറേഷനും കുറയും. പക്ഷേ സിസ്റ്റോളിയുടെ ഡ്യൂറേഷൻ കുറയുന്നതിനേക്കാൾ കൂടുതൽ ഡയസ്റ്റോളിയുടെ ഡ്യൂറേഷൻ കുറയും. ഓക്കെ, അപ്പോൾ ഡയസ്റ്റോളിയാണ് കൂടുതൽ സഫർ ചെയ്യുക. ഹാർട്ട് റേറ്റ് കൂടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നത് ഡയസ്റ്റോളിയുടെ ഡ്യൂറേഷൻ ആയിരിക്കും. സിസ്റ്റോളി കുറയുന്നതിനേക്കാൾ കൂടുതൽ ഡയസ്റ്റോളി കുറയും. ഡയസ്റ്റോളി എന്ന് പറഞ്ഞാൽ ഹാർട്ട് റിലാക്സ് ചെയ്യുന്ന ഫേസാണ്, ഹാർട്ട് ബ്ലഡിനെ റിസീവ് ചെയ്യുന്ന ഫേസാണ് ഡയസ്റ്റോളി, നമ്മൾ ആദ്യമേ പറഞ്ഞു. സോ ഹാർട്ടിലേക്ക് എത്തുന്ന വീനസ് റിട്ടേൺ അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ, ഹാർട്ടിലേക്ക് എത്തുന്ന ബ്ലഡ് ഫ്ലോ കുറയും. എപ്പോൾ? ഹാർട്ട് റേറ്റ് കൂടുന്ന സമയത്ത്. ഹാർട്ട് റേറ്റ് കൂടുമ്പോൾ ഡ്യൂറേഷൻ ഓഫ് കാർഡിയക് സൈക്കിൾ കുറയുന്നു. ഡ്യൂറേഷൻ കുറയുന്ന സമയത്ത് ഡയസ്റ്റോളി ആയിരിക്കും കൂടുതൽ കുറയുന്നത്. ഡയസ്റ്റോളി കുറയുമ്പോൾ ഹാർട്ടിന് റിസീവ് ചെയ്യുന്ന ബ്ലഡിൻ്റെ വോള്യം കുറയും. ഓക്കെ, ഈ പോയിന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ആസ് ഡ്യൂറേഷൻ ഓഫ് കാർഡിയക് സൈക്കിൾ ഡിക്രീസസ് ഡയസ്റ്റോളി ഫേസ് സഫർ മോർ. ഓക്കെ, ഡയസ്റ്റോളി ആയിരിക്കും കൂടുതൽ സഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വെൻട്രിക്കുലാർ ഫില്ലിംഗ് ഈസ് കോംപ്രമൈസ്ഡ്. വെൻട്രിക്കിളിലേക്ക് എത്തുന്ന ബ്ലഡിൻ്റെ വോള്യം കുറയും. ഓക്കെ, ഈ ഒരു പോയിന്റ് മനസ്സിൽ വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഫേസസ് കാണാം. സിസ്റ്റോളിയിൽ നമ്മൾ പറഞ്ഞു 0.3 സെക്കൻഡ്സ് ആണ് സിസ്റ്റോളിയുടെ ഡ്യൂറേഷൻ. അതുപോലെ 3 ഫേസസ് ആണ് സിസ്റ്റോളിക്ക് വരുന്നത്. സോ അതിനകത്ത് ഫസ്റ്റ് ഫേസ് ആണ് ഐസോവോളിയമിക് കൺട്രാക്ഷൻ. ഓക്കെ, ഐസോവോളിയമിക് എന്ന് പറഞ്ഞാൽ വോള്യം കോൺസ്റ്റൻ്റ് ആണ്. ഐസോ എന്ന് പറഞ്ഞാൽ ഒരുപോലെ ഇരിക്കുന്നു എന്നാണ് അർത്ഥം, അതായത് കോൺസ്റ്റൻ്റ് ആണ് എന്നാണ് അർത്ഥം. സോ ഈ ഫേസിൽ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ വോള്യം കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലെഫ്റ്റ് വെൻട്രിക്കിൾ, സപ്പോസ് ഇതാണ് ലെഫ്റ്റ് വെൻട്രിക്കിൾ എങ്കിൽ ലെഫ്റ്റ് വെൻട്രിക്കിളിന് പുറത്തേക്കുള്ള 2 ഓപ്പണിങ്സ് ആണുള്ളത്. ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഓക്കെ,
ഇത് അയോട്ടയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ അയോട്ടിക് വാൽവ് വരുന്നുണ്ട്. ഇത് അയോട്ടിക് വാൽവാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഇവിടെ കാണുന്നത് ബ്ലഡിനെ റിസീവ് ചെയ്യുന്നത് ബ്ലോക്ക് ചെയ്യുന്ന ഒരു മൈട്രൽ വാൽവാണ്. ഓക്കെ, ഇവിടെ ലെഫ്റ്റ് ഏട്രിയം വരും. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് വരുന്ന മൈട്രൽ വാൽവാണ് ഇവിടെ അയോട്ടിക് വാൽവാണ്. ഈ രണ്ട് വാൽവും ക്ലോസ് ആണ് എന്നാണ് ഐസോവോളിയമിക് കൺട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ രണ്ട് വാൽവും ക്ലോസ് ചെയ്താൽ മാത്രമേ ഈ വോള്യം, ഇതിനകത്തുള്ള ലെഫ്റ്റ് വെൻട്രിക്കിളിനകത്തുള്ള ഈ വോള്യം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ. സോ ഈ ഫേസിൽ ഐസോവോളിയമിക് കൺട്രാക്ഷൻ എന്ന് പറയുന്ന ഫേസിൽ രണ്ട് വാൽവും ക്ലോസ്ഡ് ആയിരിക്കും. അയോട്ടിക് വാൽവും മൈട്രൽ വാൽവും ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ? അതാണ് ഐസോവോളിയമിക് എന്ന് വിളിക്കാൻ കാരണം. വോള്യം കോൺസ്റ്റൻ്റ് ആണ്. സോ ഈ ഫേസിലായിരിക്കും മാക്സിമം പ്രഷർ വെൻട്രിക്കിളിനകത്ത് ഉണ്ടാകുക. കാരണം വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യാണ്. സിസ്റ്റോളി എന്ന് പറയുമ്പോൾ കൺട്രാക്ഷനാണ് നടക്കുന്നത്. പക്ഷേ ബ്ലഡിന് പുറത്തേക്ക് പോകാൻ വഴിയില്ല. രണ്ട് വാൽവും ക്ലോസ്ഡ് ആയിട്ട് കിടക്കുകയാണ്. സോ വെൻട്രിക്കിളിനകത്തുള്ള പ്രഷർ കൂടും. സോ ഈ ഫേസിലായിരിക്കും ഐസോവോളിയമിക് കൺട്രാക്ഷൻ എന്ന് പറയുന്ന ഫേസിലായിരിക്കും മാക്സിമം പ്രഷർ വെൻട്രിക്കിളിനകത്ത് വരുന്നത്. ഈ ഫേസ് തീരുന്നത് എപ്പോഴാണ്? ഇറ്റ്സ് എൻഡ് ബൈ ഓപ്പണിംഗ് ഓഫ് അയോട്ടിക് വാൽവ്. ഈ പ്രഷർ കൂടി ഈ പ്രഷർ കാരണം അയോട്ടിക് വാൽവ് ഓപ്പണായി ബ്ലഡ് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങുമ്പോഴാണ് ഈ ഫേസ് ഐസോവോളിയമെട്രിക് കൺട്രാക്ഷൻ എന്ന് പറയുന്ന സിസ്റ്റോളിയുടെ ഈ ഫേസ് എൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ സമയത്തും മൈട്രൽ വാൽവ് എന്തായിരിക്കും? ക്ലോസ്ഡ് തന്നെ ആയിരിക്കും. മൈട്രൽ വാൽവ് റിമൈൻസ് ക്ലോസ്ഡ്, അയോട്ടിക് വാൽവ് ഓപ്പൺ ചെയ്യും. ഓക്കെ, സോ ഈ ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് നമുക്കറിയാം മൈട്രൽ വാൽവിൻ്റെ ക്ലോഷറാണ് നമുക്ക് ഫസ്റ്റ് ഹാർട്ട് സൗണ്ടായിട്ട് കേൾക്കുന്നത്. ഓക്കെ, S1 ഈസ് ഡ്യൂ ടു ക്ലോഷർ ഓഫ് മൈട്രൽ വാൽവ്. ഓക്കെ, ഇത് ഐസോവോളിയമെട്രിക് കൺട്രാക്ഷൻ്റെ സമയത്ത് ഓൾറെഡി മൈട്രൽ വാൽവ് ക്ലോസ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. മൈട്രൽ വാൽവിൻ്റെ ക്ലോസിങ്ങിൻ്റെ സൗണ്ടാണ് നമ്മൾ S1 ആയിട്ട് കേൾക്കുന്നത്. ഓക്കെ, ഇതാണ് സിസ്റ്റോളിയുടെ ഫസ്റ്റ് ഫേസ്, ഐസോവോളിയമെട്രിക് കൺട്രാക്ഷൻ. രണ്ടാമത്തെ ഫേസ് വരുന്നത് റാപ്പിഡ് ഇജക്ഷൻ ആണ്. അതായത് അയോട്ടിക് വാൽവ് തുറന്നു, നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ പ്രഷർ കൂടി അയോട്ടിക് വാൽവ് ഓപ്പൺ ആയ സമയത്ത് റാപ്പിഡായിട്ട് ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടയിലേക്ക് പോകാൻ തുടങ്ങും. ഓക്കെ, ഈ ഫേസിനെയാണ് റാപ്പിഡ് ഇജക്ഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ ഫേസിലായിരിക്കും നമ്മുടെ ടോട്ടൽ കാർഡിയക് ഔട്ട്പുട്ടിൻ്റെ 2/3 ബ്ലഡും, ഓക്കെ, അതായത് 66% ബ്ലഡും പുറത്തേക്ക് പോകുന്നത് ഈ ഫേസിലായിരിക്കും. ഓക്കെ, ഈ റാപ്പിഡ് ഇജക്ഷന് ശേഷം പിന്നെ ബ്ലഡ് സ്ലോ ആയിട്ടായിരിക്കും വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടയിലേക്ക് ഒഴുകുന്നത്. ഇതിനെയാണ് സ്ലോ ഇജക്ഷൻ എന്ന് പറയുന്നത്. ഈ സമയത്തായിരിക്കും ബാക്കിയുള്ള 1/3 ബ്ലഡ് അയോട്ടയിലേക്ക് എജക്റ്റ് ആവുന്നത്. ഓക്കെ, ഇത് മൂന്നുമാണ് നമ്മുടെ സിസ്റ്റോളിയുടെ അല്ലെങ്കിൽ വെൻട്രിക്കുലർ കൺട്രാക്ഷൻ്റെ 3 ഫേസസ്: ഐസോവോളിയമെട്രിക് കൺട്രാക്ഷൻ, റാപ്പിഡ് ഇജക്ഷൻ, സ്ലോ ഇജക്ഷൻ. ഓക്കെ, സോ സിസ്റ്റോളി കംപ്ലീറ്റ് ആയി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി എന്താണ് എൻ സിസ്റ്റോളിക് വോളിയം? എൻ സിസ്റ്റോളിക് വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് സിസ്റ്റോളി എന്ന് പറയുന്ന ഈ 3 ഫേസും റാപ്പിഡ് ഇജക്ഷനും സ്ലോ ഇജക്ഷനും കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ ബാക്കി വരുന്ന ബ്ലഡിൻ്റെ എമൗണ്ടിനെയാണ് എൻ സിസ്റ്റോളിക് വോളിയം അഥവാ ESV എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആഫ്റ്റർ സിസ്റ്റോളി ലെഫ്റ്റ് വെൻട്രിക്കിളിൽ റിമൈൻ ആയിട്ടുള്ള ബ്ലഡിൻ്റെ എമൗണ്ടിനെ അല്ലെങ്കിൽ വോളിയത്തിനെയാണ് എൻ സിസ്റ്റോളിക് വോളിയം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് സിസ്റ്റോളി. ഇനി നമ്മൾ ഡയസ്റ്റോളിയാണ് കാണാൻ പോകുന്നത്. ഡയസ്റ്റോളിയുടെ ഡ്യൂറേഷൻ 0.5 സെക്കൻഡ്സ് ആണ്. ആൻഡ് അതിൻ്റെ ഫേസസ് എന്ന് പറയുന്നത് 5 ഫേസുകളാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ എവിടെ എത്തിയിട്ടാണ് നിൽക്കുന്നത്? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് അയോട്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയോട്ടയുടെ വാൽവ്, അയോട്ടിക് വാൽവ് തുറന്നിരിക്കുകയാണ്. മൈട്രൽ വാൽവ് ക്ലോസ്ഡ് തന്നെയാണ്. ഓക്കെ, സോ ലെഫ്റ്റ് വെൻട്രിക്കിളിലുള്ള ബ്ലഡ് എല്ലാം ഇജക്റ്റ് ആയി അയോട്ടയിലേക്ക്. ഇനി കുറച്ച് ബ്ലഡ് മാത്രം ബാക്കിയുണ്ട്. അതിനെയാണ് എൻ സിസ്റ്റോളിക് വോളിയം എന്ന് വിളിക്കുന്നത്. സോ ഇനി അടുത്തതായിട്ട് എന്താ സംഭവിക്കേണ്ടത്? ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ഇനി ബ്ലഡ് ഫില്ലാവണം. അടുത്ത ഇജക്ഷന് വേണ്ടി, അടുത്ത സിസ്റ്റോളിക്ക് പോകുന്നതിന് മുന്നേ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് ഫില്ലാവണം. ആ ഫേസാണ് ഡയസ്റ്റോളി. സോ ഈ ഡയസ്റ്റോളിയുടെ ഫസ്റ്റ് ഫേസാണ് പ്രോട്ടോ ഡയസ്റ്റോളി. ഓക്കെ, പ്രോട്ടോ ഡയസ്റ്റോളിയിൽ എന്താ ഉണ്ടാവുന്നത്? ബ്ലഡ് അയോട്ടയിലേക്ക് ഒഴുകുന്നത് നിൽക്കണം. ഓക്കെ, ബ്ലഡ് റിസീവ് ചെയ്യുന്നതിന് മുന്നേ അയോട്ടയിലേക്ക് ബ്ലഡ് പോകുന്നത് നിൽക്കണം. അതിനായിട്ട് അയോട്ടിക് വാൽവ് അടയണം. ഓക്കെ, അയോട്ടിക് വാൽവ് അടയുന്നത് നമ്മൾ S2 ആയിട്ടാണ് കേൾക്കുക. സെക്കൻഡ് ഹാർട്ട് സൗണ്ടാണ് നമ്മൾ അയോട്ടിക് വാൽവിൻ്റെ ക്ലോഷറിലൂടെ നമ്മൾ കേൾക്കുന്നത്. സോ പ്രോട്ടോഡയസ്റ്റോളി എന്ന് പറയുന്ന ഈ ഫേസിൽ നടക്കുന്ന ഇവൻറ്റ് ക്ലോഷർ ഓഫ് അയോട്ടിക് വാൽവാണ്. അത് നമ്മൾ S2 ആയിട്ട് സെക്കൻഡ് ഹാർട്ട് സൗണ്ടായിട്ട് കേൾക്കും. ഓക്കെ, സോ വീണ്ടും അയോട്ടയുടെ വാൽവ് അടഞ്ഞു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ലെഫ്റ്റ് വെൻട്രിക്കിളാണ് ഇതെന്ന് സങ്കല്പിക്കുക. മൈട്രൽ വാൽവ് ഓൾറെഡി ക്ലോസ്ഡ് ആണ്. തുറന്ന് കടന്നിരുന്ന അയോട്ടയുടെ വാൽവ്, അയോട്ടിക് വാൽവ് പ്രോട്ടോഡയസ്റ്റോളിൽ അടഞ്ഞു. വീണ്ടും ഇതിനകത്തുള്ള വോളിയം കോൺസ്റ്റൻ്റ് ആയി. സോ വീണ്ടും ഇതൊരു ഐസോവോളിയമിക് ചേംബറായി ലെഫ്റ്റ് വെൻട്രിക്കിൾ. സോ സെക്കൻഡ് ഫേസ് ആണ് ഐസോവോളിയമെട്രിക് റിലാക്സേഷൻ. ഐസോവോളിയമിക് റിലാക്സേഷൻ. സോ
ഇവിടെ നടക്കുന്നത് നേരത്തെ ഉണ്ടായത് ഐസോവോളിയോമെട്രിക് കൺട്രാക്ഷൻ ആയിരുന്നു. ഇവിടെ റിലാക്സേഷൻ ആണ് സംഭവിക്കുന്നത്. വോളിയം കോൺസ്റ്റൻ്റ് ആണ്, അതേസമയം വെൻട്രിക്കിൾ റിലാക്സ്ഡ് ആയിട്ട് വരികയാണ്, ഡയലേറ്റ് ആയിട്ട് വരികയാണ്. നൗ ഇനി അടുത്തത് എന്താണ് സംഭവിക്കുക? അടുത്ത ഫേസിലായിരിക്കും മൈട്രൽ വാൽവ് ഓപ്പൺ ചെയ്തിട്ട് ലെഫ്റ്റ് ഏട്രിയത്തിലുള്ള ബ്ലഡ് റാപ്പിഡായിട്ട് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക്, ഇവിടെ ലെഫ്റ്റ് ഏട്രിയം വരുന്നുണ്ട്, ഇതാണ് ലെഫ്റ്റ് ഏട്രിയം, ഇത് മൈട്രൽ വാൽവാണ്. സോ അടുത്ത ഫേസിൽ മൈട്രൽ വാൽവ് എന്ത് ചെയ്യും? ഓപ്പൺ ചെയ്യും ആൻഡ് ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ബ്ലഡ് റാപ്പിഡായിട്ട് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ഫിൽ ചെയ്യും. അതാണ് തേർഡ് ഫേസ് എന്ന് പറയുന്നത്, റാപ്പിഡ് ഫില്ലിംഗ് ഫേസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു സ്ലോ ഫില്ലിംഗ് ഫേസ് ഉണ്ട്. ആദ്യത്തെ ഒരു റാപ്പിഡ് ഫില്ലിങ്ങിന് ശേഷം പിന്നെ കുറച്ച് സ്ലോ ആയിട്ട് ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് വരും. ഓക്കെ, ഇതാണ് തേർഡ് ആൻഡ് ഫോർത്ത് ഫേസ് ഓഫ് ഡയസ്റ്റോളി എന്ന് പറയുന്നത്, റാപ്പിഡ് ഫില്ലിംഗ് ആൻഡ് സ്ലോ ഫില്ലിംഗ് ഫേസ്. ഈ സ്ലോ ഫില്ലിങ്ങിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ഡയസ്റ്റാസിസ്. ഓക്കെ, ഡയസ്റ്റാസിസ് എന്നാണ് നമ്മൾ സ്ലോ ഫില്ലിംഗ് ഫേസിനെ വിളിക്കുന്ന വേറൊരു പേര്. സോ ഈ രണ്ട് ഫേസിലും കൂടെ 80% ഓഫ് ഫില്ലിംഗ് നടക്കും. ഓക്കെ, ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ 80% ഓഫ് ഫില്ലിംഗ് റാപ്പിഡ് ഫില്ലിംഗ് ഫേസും സ്ലോ ഫില്ലിംഗ് ഫേസിലും നടക്കും. ബാക്കി 20% ഫില്ലിംഗ് നടക്കണമെങ്കിൽ ഏട്രിയം ആക്റ്റീവായിട്ട് കൺട്രാക്ട് ചെയ്യണം. ഓക്കെ, ഇത് രണ്ടും പാസീവായിട്ടാണ് നടന്നത്. മൈട്രൽ വാൽവ് ഓപ്പൺ ചെയ്തപ്പോൾ പാസീവായിട്ട് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് എത്തിയ ഫേസുകളാണ് റാപ്പിഡ് ഫില്ലിങ്ങും സ്ലോ ഫില്ലിങ്ങും. ഓക്കെ, പക്ഷേ ബാക്കി 20% ലെഫ്റ്റ് വെൻട്രിക്കിൾ ഫില്ല് ആവണമെന്നുണ്ടെങ്കിൽ ഏട്രിയം ആക്റ്റീവായിട്ട് കൺട്രാക്ട് ചെയ്യുക തന്നെ വേണം. അതാണ് ഡയസ്റ്റോളിയുടെ ഫൈനൽ ഫേസ് അല്ലെങ്കിൽ അഞ്ചാമത്തെ ഫേസ്. അതാണ് ഏട്രിയൽ കൺട്രാക്ഷൻ ഇൻഡ്യൂസ്ഡ് ഫില്ലിംഗ്. ഓക്കെ, ഈ ഫേസിലാണ് ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ ബാക്കി 20% ബ്ലഡ് ഫില്ലാവുന്നത്. ഓക്കെ, സോ ഇതാണ് 5 ഫേസസ്. പ്രോട്ടോഡയസ്റ്റോൾ, അയോട്ടിക് വാൽവ് ക്ലോസ് ആവുന്നു, വീണ്ടും ഒരു ഐസോവോളിയോമെട്രിക് ചേംബറായിട്ട് ഐസോവോളിയോമെട്രിക് റിലാക്സേഷൻ നടക്കുന്നു, അതിനുശേഷം റാപ്പിഡ് ഫില്ലിങ്ങും സ്ലോ ഫില്ലിങ്ങും നടക്കുന്നു, 80% ബ്ലഡ് ഒക്യുപ്പൈ ചെയ്യുന്നു, ബാക്കി 20% ഫില്ലിംഗ് നടക്കാൻ വേണ്ടി ഏട്രിയൽ കൺട്രാക്ഷൻ ഇൻഡ്യൂസ്ഡ് ഫില്ലിംഗ് നടക്കുന്നു. ഓക്കെ, ഇതാണ് 5 ഫേസസ്. സോ S1 ഉണ്ടായത് എങ്ങനെയാണ്, S2 ഉണ്ടായത് എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു. സിസ്റ്റോളിയുടെ സമയത്ത് S1 മൈട്രൽ വാൽവിൻ്റെ ക്ലോഷറാണ്, S2 അയോട്ടിക് വാൽവിൻ്റെ ക്ലോഷറാണ്. ഇനി S3 എപ്പോഴാണ് കേൾക്കുന്നത്? S3 ഹിയർഡ് ഡ്യൂറിങ് റാപ്പിഡ് ഫില്ലിംഗ് ഫേസ്. ഓക്കെ, റാപ്പിഡ് ഫില്ലിംഗ് ഫേസിലാണ് നമുക്ക് S3 കിട്ടുന്നത്. റാപ്പിഡായിട്ട് നമ്മൾ ഡയസ്റ്റോളിൽ പറഞ്ഞ റാപ്പിഡ് ഫില്ലിംഗ് ഫേസ്, ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് റാപ്പിഡായിട്ട് ബ്ലഡ് എത്തുമ്പോഴാണ് നമ്മൾ S3 കേൾക്കുന്നത്. ഇത് നോർമലായിട്ട് ഫിസിയോളജിക്കലായിട്ട് നമുക്ക് ചിൽഡ്രനിൽ കേൾക്കാൻ പറ്റും. ഓക്കെ, കുട്ടികളിൽ കേൾക്കാൻ പറ്റും, അതുപോലെ എക്സസൈസിൻ്റെ സമയത്തൊക്കെ ഫിസിയോളജിക്കലായിട്ട് കേൾക്കാൻ പറ്റും. ഇറ്റ് ഈസ് ഡ്യൂ ടു വൈബ്രേഷൻ ഡ്യൂറിങ് റാപ്പിഡ് ഫില്ലിംഗ്. റാപ്പിഡ് ഫില്ലിങ്ങിൻ്റെ സമയത്ത് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ സംഭവിക്കുന്ന വൈബ്രേഷൻ്റെ സമയത്താണ് ഈ S3 കേൾക്കുന്നത്. S3 ക്യാൻ ബി ഫിസിയോളജിക്കലായിട്ട് കേൾക്കാൻ പറ്റും. പക്ഷേ S4 ഫോർത്ത് ഹാർട്ട് സൗണ്ട് നമ്മൾ കേൾക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് പത്തോളജിക്കൽ. ഓക്കെ, S4 എപ്പോഴാണ് നമ്മൾ കേൾക്കുക? S4 ഈസ് ഡ്യൂ ടു ഫോഴ്സ്ഡ് ഏട്രിയൽ കൺട്രാക്ഷൻ ടു ഫിൽ ഇൻഅഡിക്വേറ്റ്ലി റിലാക്സ്ഡ് സ്റ്റിഫ് വെൻട്രിക്കിൾ. ഓക്കെ, സ്റ്റിഫായിട്ടുള്ള വെൻട്രിക്കിളിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഏട്രിയത്തിന് ഫോഴ്സായിട്ട് കൺട്രാക്റ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ 5th ഫേസ് പറഞ്ഞ പോലെ ഏട്രിയത്തിന് ഫോഴ്സ്ഫുള്ളി കൺട്രാക്ഷൻ ചെയ്താൽ മാത്രമേ സ്റ്റിഫ് വെൻട്രിക്കിളിനെ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴാണ് വെൻട്രിക്കിൾ സ്റ്റിഫ് ആവുന്നത്? വെൻട്രിക്കിൾ സ്റ്റിഫ് ആവുന്ന കണ്ടീഷൻസാണ് ലൈക്ക് ഹൈപ്പർ ടെൻഷൻ, അതുപോലെ തന്നെ റെസ്ട്രിക്റ്റീവ് കാർഡിയോമയോപ്പതി. ഈ 2 കേസുകൾ, ഇതുപോലുള്ള കേസുകൾ വരുന്ന സമയത്ത് വെൻട്രിക്കിൾ സ്റ്റിഫ് ആവുകയും വെൻട്രിക്കിളിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഏട്രിയത്തിന് കൂടുതൽ ഫോഴ്സ്ഫുള്ളി കൺട്രാക്ട് ചെയ്യേണ്ടി വരുന്ന സമയത്താണ് നമ്മൾ S4 കേൾക്കുന്നത്. ആൻഡ് S4 ഈസ് ഓൾവേസ് പത്തോളജിക്കൽ. ഇതൊരിക്കലും നമുക്ക് ഫിസിയോളജിക്കലായിട്ട് S3 കേട്ടതുപോലെ കേൾക്കാൻ പറ്റില്ല. ഓക്കെ, ഇത്രയാണ് നമുക്ക് കാർഡിയാക് സൈക്കിളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. 2 ഫേസും അതിൻ്റെ 2 പാർട്ടും, സിസ്റ്റോളിയും ഡയസ്റ്റോളിയും, അതിൻ്റെ മൊത്തത്തിൽ 3+5 8 ഫേസസുമാണ് നമുക്ക് കാർഡിയാക് സൈക്കിളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.